അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, നാ ഇന്ന് നിങ്ങളൊട്ടിಗೆ ചൊല്ലുന്ന വിഷയ ഞങ്ങൾ ചൊമ്മത്ത ആൾമാർഗം എങ്ങനെയായിട്ട് ഇക്കടെ നേർച്ചയാക്കണായ ഇന്ന് നേർച്ചയാക്കിയെങ്കിൽ എങ്ങനെയായിട്ട് ഇക്കടെ കൊടുക്കണായിട്ട് ഗൊന്തില്ലാത്തങ്ങ ഉള്ളാർ. അപ്പം നേർച്ചയാക്കടെ സരിയായ റൂപ്പായിട്ട് ഇക്കടെ ഇൻ്റെ നാ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്ത ആൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കടങ്ങ് അത് ഇത്ര ആൾമാർഗം ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടങ്ങ് അതിരെ കീഴിൽ ചൊമ്മ വിഷയം ചൊന്നിട്ടു ദ്വാർക്കൊണോട്ട് ഏൽപ്പിച്ചങ്ങ് റഹമുറാഹിമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ഇസ്ലാമിൽ മാത്രമല്ല ഇത്ര ധർമ്മത്തിലും ആ ധർമ്മത്തെ ആൾമാർ നേർച്ചയാക്കണ എനിക്കെത്തൊരു സമ്പ്രദായ ഞങ്ങൾക്ക് എല്ലാവരും ഗുന്തുള്ള എനിക്കെത്തൊരു വിഷയമായിട്ടിക്കടെ. അതേ സമയത്തില് പരിശുദ്ധമായ ഇസ്ലാം ഈ ഒരു നേർച്ചക്ക് വലിയ ഒരു ശ്രേഷ്ഠത്തെ കൊടുത്തുണ്ടായിട്ടിക്കടെ. പടച്ച റബ്ബ് ബേനായിട്ട് ആക്കണ എനിക്കെത്താ നേർച്ചല് കുറേ ശ്രേഷ്ഠത്തെയും അതേപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ആയി കിട്ടത് ഞങ്ങൾക്ക് എല്ലാവരും കൊന്തുള്ള എനിക്കെത്തൊരു വിഷയമായിട്ടിക്കടെ. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിലെ സമയത്ത് ഈ നേർച്ചയാക്കി എനിക്കെത്ത ഘട്ടനങ്ങൾ വിവരിക്കുന്നത് കാണ്ട് പരിശുദ്ധമായ ഹദീസിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ നേർച്ചയുടെ ശ്രേഷ്ഠത്തെ എല്ലാം ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കെത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പൊ എങ്ങനെയായിട്ടിക്കടെ ഞങ്ങൾ നേർച്ചയാക്കണം അതിലെ ഒരു സരളമായിട്ടുള്ള എനിക്കെത്തെ ഒരു രൂപമായിട്ടിക്കടെ ആഴമായിട്ടൊന്നും ചൊല്ലാണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കൊന്തവിടെ എനിക്കെത്ത രൂപത്തിൽ ഒരു ചെറിയ രൂപത്തിൽ ഞങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ആക്കുക. ഒരു നേർച്ച എന്തിനായിട്ട് അതിലെ ഒരു ഡെഫിനിഷൻ നോക്കിയതിന് കണ്ടെങ്കിൽ താരീഫ് നോക്കിയതിന് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിയാവിടെ എനിക്കെത്തെ ഒരു വിഷയമായിട്ടിക്കടെ. ഷാഫി മദ്ഹബില് ഏറ്റവും ശ്രേഷ്ഠമായ എനിക്കെത്ത ഒരു കിതാബായിട്ടിക്കടെ ഫതുഹുൽ മുഈൻ ചൊല്ലി എനിക്കെത്ത ഒരു കിതാബ്. ആ കിതാബിൽ നേർച്ച എന്തിനെ ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്തണ്ട്. അന്നദറു ഇൽത്തിസാമു മുകല്ലഫിൻ ഖുർബത്തൻ, അതായത് മഹാൻ പഠിപ്പാട്ട് അന്നദറു നേർച്ചാൻ ചൊന്നതിന് കണ്ടെങ്കിൽ ഇൽത്തിസാമു മുകല്ലഫിൻ പ്രായപൂർത്തിയായ ബുദ്ധി ഉള്ളെത്തെ ഒരാള് ഏറ്റെടുക്കരുതായിട്ട് നാണ് ആക്കിടാൻ ചൊന്നിട്ടു ഏറ്റെടുക്കട സ്വതഹ ഏറ്റെടുക്കട ഖുർബത്തൻ എന്തിനെ ഒരു പുണ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫല കിട്ടണിക്കത്തെ ഒരു കാര്യത്തെ ആക്കിടായിട്ട് ഏറ്റെടുക്കരുതായിട്ട് ഈ നേർച്ചാൻ ചൊന്നതിന് കണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞങ്ങൾ അർത്ഥാക്കണം. മുക്കല്ലഫും ചൊന്നതിന് കണ്ടെങ്കിൽ പ്രായപൂർത്തി ഉള്ള എണിക്കത്തെ ബുദ്ധി ഉള്ള എണിക്കത്തെ ആളാണ്. ബുദ്ധിയില്ലാത്ത ഒരാള് നേർച്ചയാക്കിയതിന് കണ്ടെങ്കിൽ അത് നേർച്ചയാവില്ല. അതേ സമയത്തിൽ മക്കങ്ങ നേർച്ചയാക്കിയതിന് കണ്ടെങ്കിലും അത് ആ ഒരു നാച്ചുറൽ ലീസ്റ്റിൽ പെടില്ലാണ്ടിരിക്കട്ടെ. അപ്പൊ കുറുബത്തൻ ചൊല്ലുമ്പോഴത്തേക്കോ അതൊരു കൂലി കിട്ടണിക്കത്തെ വിഷയം അല്ലാണ്ട് എന്തെങ്കിലും കൂലി ഇല്ലാത്ത കണിക്കത്തെ ഒരു വിഷയം ഒരാൾ നേർച്ചയാക്കിടെ നക്കിന്റെ ഒരു ബിരിയാണി തിന്നോണ്ട് നേർച്ചയാക്കിടെ ബിരിയാണി തിന്നറയിൽ വലിയ പ്രതിഫല ആവട്ടെ കൂലി ആവട്ടെ ഉള്ള കണിക്കത്തെ ഒരു വിഷയമല്ല. അപ്പൊ അങ്ങനത്തെ വിഷയമല്ല. ഏതെങ്കിലും കൂലി ഉള്ളകണിക്കത്തെ പ്രതിഫല കിട്ടകണിക്കത്തെ വിഷയത്തെയായിട്ടിക്കടെ നേർച്ചയാക്കണായത് ലം തതഅയ്യൻ എങ്ങനത്തെ ആ ഒരു പുണ്യകാര്യ അത് അനിവാര്യമായിട്ട് അയാളെ മേൽ കഡ്ഡായ കണിക്കത്തെ വിഷയ ആവുക തീറ. ഇപ്പൊ കഡ്ഡായ വിഷയമായിട്ടിക്കടെ ഫർദ് നിസ്കാരം അതേപോലെ റമദാൻ തിങ്കൾ നോമ്പിടിക്കടത് സക്കാത്തൂടെ ഇതെല്ലാം കഡ്ഡായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പൊ ഇതിലെ നേർച്ചയാക്കിടേക്ക് അർത്ഥമില്ലല്ലോ. കാരണം അനിവാര്യമായിട്ട് അയാൾ ആക്കിയിട്ടേ ഭയനായകണിക്കത്തെ ഒരു കാര്യമായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അനിവാര്യമായിട്ട് അയാൾ മേൽ കഡ്ഡായകണിക്കത്തെ വിഷയത്തെ ഒരാൾക്ക് നേർച്ചയാക്കുക ആവില്ലാണ്ടായിട്ട് കാരണം ഓൾറെഡി അതെന്തായിട്ടിക്കടെ അയാൾ ആക്കിയിട്ടേ വേണോണ്ടായിട്ടിക്കടെ. എങ്ങനെ നേർച്ചയാക്കണോ ബിലഫ്ള് ബായിൽ ചൊന്നിട്ടായിട്ടിക്കടെ നേർച്ചയാക്കണ കാലൊരാൾ മനസ്സിൽ നീയത്താക്കിയിട്ട് നക്കിങ്ങനെ നേർച്ചയാക്കണോ നേർച്ചയാവില്ല. നേർച്ചയാവണോണ്ട് കണ്ടെങ്കിൽ അയാൾ ബായിൽ ചൊല്ലണോണ്ടോ അത് കഡ്ഡായമായിട്ടിക്കടെ അങ്ങനെ ചൊന്നേൻ്റെ കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കടെ നേർച്ച. അവിടെ നിങ്ങൾ പല ആൾമാറും മനസ്സിൽ കരുതരാറ് പക്ഷെ അങ്ങനെ ബായിൽ അത് ചൊല്ലണമെന്ന് ചൊന്നിട്ട് കൊന്തിക്കില്ല. ബായിൽ ചൊന്നേന് കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കടെ ഈ ഒരു നേർച്ച ആവിടേട്ട് ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കി വെക്കണോ. ഈ നേർച്ച രണ്ട് രൂപത്തിലായിട്ടിക്കടെ ഉള്ളത്. ഒന്ന് മുനജ്ജസായിട്ടുള്ള എനിക്കത്തെ ഒരു നേർച്ച ഇട്ടിക്കടെ, പിന്നൊന്ന് മുഅല്ലഖായിട്ടുള്ള നേർച്ച. മുനജ്ജസായ നേർച്ച ചൊന്നേന് കണ്ടെങ്കിൽ അൺകണ്ടീഷൻ ഏത് ഷർത്ത് വെക്കില്ല. ഒരാൾ
നേർച്ചയാക്കണം. നമുക്ക് പള്ളിക്കൊരു 10,000 രൂപ കൊടുക്കണോണ്ട് നേർച്ച വെക്കണം. ഇങ്ങനത്തെ കാര്യമാവുണ്ട്. അങ്ങനത്തെ ഏത് വിഷയമില്ല. അയാൾ കാലി ഒരു കണ്ടീഷനും വെക്കാണ്ട് നമുക്ക് ഒരു ഖത്തുമുൽ ഖുർആൻ ഓതണോ അല്ലെങ്കിൽ ഒരു 444 നാരിയത്തു സ്വലാത്ത് ചൊല്ലണം ചൊന്നിട്ട് ഒരാൾ എന്താക്കിയിട്ട് നേർച്ച വെക്കണേ എന്നേന് കണ്ടെങ്കിൽ അയാൾ അത് ആ നിർബന്ധമായിട്ടും കഡ്ഡായമായിട്ടും വീടണോണ്ടായിട്ടിക്കട. ഇതൊക്കെ മുനജ്ജസായിട്ടുള്ള എനിക്കത്തെ നദർ നേർച്ചായിട്ടിക്കട ചൊല്ല. ഇതിനൊന്നും മുഅല്ലഖായിട്ടിക്കട. അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഷർത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ആയെന്ന് കണ്ടെങ്കിൽ നാണെ 10,000 രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഖത്ത ഓതര എന്തെങ്കിലും നേർച്ച വെക്കരുത്. ഉദാഹരണം ചൊല്ലിനെ കണ്ടെങ്കിൽ ഇൻ ഷഫാനി അല്ലാഹു ഔ സല്ലമനി അല്ലാഹു ഫഅലയ്യ കദാ. നന്റെ ഇങ്ങനത്തെ ഒരു സീക്ക് അത് ഷിഫയായിത്തിന് കണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പുണ്യകാര്യാക്കിട ഇങ്ങനെ പള്ളിക്ക് ഒരു 10,000 രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഖത്തുമുൽ ഖുർആൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹൈറായിട്ടുള്ള കാര്യം നാണ് ആക്കിട. ഔ സല്ലമനി അല്ലാഹു നന്റെ അല്ലെങ്കിൽ ഈ ഒരു വിപത്തിൽ നിന്ന് പഠിച്ചു നന്റെ സലാമത്താക്കിയെന്ന് കണ്ടെങ്കിൽ നക്കൊരു നല്ല സ്വര കിട്ടിത്തിന് കണ്ടെങ്കിൽ നന്റെ മോൾഗോ മങ്ങിലായിത്തിന് കണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് എന്തെങ്കിലും ഒരു കാര്യ കാരണം വെച്ചിട്ട് നേർച്ചയാക്കിടത്തേക്ക് മുഅല്ലഖ് ചൊല്ലാർ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എതിരിൽ വെച്ചിട്ട് ആ ഒരു കാര്യം ആയേണ്ട കണ്ടെങ്കിൽ നാണ് നേർച്ചയാക്കിടാൻ ചൊല്ലേക്ക് അതൊക്കെ മുഅല്ലഖായ നേർച്ചായിട്ട് ചൊല്ലരുത്. അപ്പൊ ഈ മുഅല്ലഖായ നേർച്ചാൻ ചൊല്ലും. അതായത് നിങ്ങൾ ഒരു കാരണം വെച്ചിട്ട് ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ആയി കിട്ടുക വേനായിട്ട് നിങ്ങൾ നേർച്ച ആക്കിടേണ്ട കണ്ടെങ്കിൽ ആ ഒരു നേർച്ച ആ ഒരു കാര്യം ആയാൽ പിന്നെ ആ ഒരു നേർച്ച വീടെങ്കിലും മയ്യാവുണ്ടായിട്ടിക്കട്. ആ ഒരു നേർച്ച ആയെങ്കിലും മാത്രമേ ഇപ്പോൾ നാനൊരു സീക്ക് സുമറായിത്തിന്റെ കണ്ടെങ്കിൽ നാനിങ്ങനെ ഒരു 10,000 രൂപ കൊടുക്കാൻ ചൊല്ലുമ്പോൾ ആ സീക്ക് സുമറായെങ്കിൽ മാത്രം എന്താക്കിയ മയ്യാവും ഞങ്ങൾ ആ ഒരു ബാധ്യത്തെ ആ ഒരു നേർച്ച ഞങ്ങൾ വീടെങ്കിലും മയ്യാവുണ്ടായിട്ടിക്കട്. അല്ലാണ്ട് ഞങ്ങൾ അത് വീടകു കഡ്ഡായമല്ലാണ്ടായിട്ടിക്കട്. അതേ സമയത്തിൽ ഫസ്റ്റ് നാച്ചൊന്നും എങ്ങനെക്കത്തെ കാണുന്നതും വെക്കാണ്ട് മുനജ്ജസായിട്ടുള്ള എങ്ങനെക്കത്തെ ആ ഒരു നേർച്ചല് അവിടെ പിന്നെ അത് അനിവാര്യമായിട്ട് നിർബന്ധമായിട്ടും വീടൊന്നുണ്ടായിട്ടിക്കടെ. അപ്പൊ ഇങ്ങനത്തെ മുഅല്ലഖായിട്ടുള്ള എനിക്കത്തെ വിഷയം. അപ്പൊ ചില ആൾമാർ എന്താക്കിടാറ് ഫസ്റ്റ് അതായത് ഇപ്പോൾ എൻ്റെ സീക്ക് സുമറായൻ കണ്ടെങ്കിൽ നാനൊരു പള്ളിക്ക് 10,000 രൂപ കൊടുക്കിടാൻ ചെന്നിട്ട് എന്താക്കിട ഈ സീക്ക് സുമറാവിടേക്ക് മുന്നോലേ എന്താക്കിടാറ് ആ ഒരു നേർച്ച അവിടെ കൊടുക്കിടാറ്. കാരണം എന്തേ അത് കൊടുത്ത കാരണം കൊണ്ടിട്ട് ആ ഒരു കാര്യം ആവട്ടെ ചൊല്ലി എനിക്കത്തെ ആ ഒരു നീയത്തിലായിട്ട് കൊടുക്കുന്നത് അത് നല്ല വിഷയമേ ആയിട്ടിക്കടെ. അതേ സമയത്തിൽ അത് ആ സമയത്തിൽ കൊടുക്കൂ നിർബന്ധം ഇല്ലാണ്ടായിരിക്കും. നിർബന്ധം ഇപ്പം അവിടെ ആ ഒരു കാര്യം ആയന് കണ്ടെങ്കിൽ മാത്രം ആ ഒരു രോഗ സുമറായന് കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കടെ അവിടെ ആ ഒരു നേർച്ച വീടുകോ കഡ്ഡായമാവിടെ ഉണ്ടായിട്ടിക്കടെ. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം ഞങ്ങൾ ഈ നേർച്ചാക്കിയുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് അർത്ഥാക്കൊണ്ടായിട്ട് പാടുന്ന ചൊന്ന പോലെ ഒന്നും കൂടി ആ ലഫ്ളിൽ ഞങ്ങൾ ഒരു നേർച്ച ആക്കുമ്പോഴത്തേക്കോ അത് വായിൽ ചൊല്ലൽ കഡ്ഡായമായിട്ടിക്കടെ. കാര്യം മനസ്സിൽ കരുതിയെങ്കിൽ നേർച്ച ആവില്ല. അപ്പൊ ഈ ഒരു കാര്യമല്ല ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു സാധാരണ ഒരാൾക്ക് അർത്ഥാകുബേനായിട്ടുള്ള എനിക്കത്തെ വിഷയങ്ങൾ മാത്രമായിട്ടിക്കടെ. ഞാനിതിലെ ആഴമായിട്ടുള്ള ഡീപ്പായ വിഷയത്തിൽ ഏതൊക്കെ പോയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ കേൾക്കും. അപ്പൊ ഇതായിട്ടിക്കടെ ഒരാൾ നേർച്ചയാക്കണ എനിക്കത്തെ ശരിയായ റൂപ്പാൻ ചൊല്ലത് അല്ലാഹു അർഹമുർ റഹീമീനായ റബ്ബ് നിങ്ങൾക്ക് നാഫിയായ ഇൽമ അല്ലാഹു നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാ ബേജാറും പഠിച്ചും തീർത്തു തരട്ടെ. നിങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.